പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 400 കഴിഞ്ഞിരിക്കുന്നു. ഇന്നും തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും പല ശരീരഭാഗങ്ങളൊക്കെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയില്ല എത്ര പേർ മരിച്ചുവെന്ന്, എത്ര പേർ മരിച്ചു മണ്ണടിഞ്ഞു എന്ന് നമുക്കറിയില്ല, എത്ര പേരെ കാണാതായി എന്ന് ഇതിനെക്കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. എന്തായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിലൊന്നായി വയനാട് ദുരന്തം അടയാളപ്പെടുത്തപ്പെടും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കളെ, ഈ ദുരന്തം ഉണ്ടായ സമയത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിച്ചു, ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ചിന്തിച്ചു. മൊത്തത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ ഇടത് രാഷ്ട്രീയവും വലത് രാഷ്ട്രീയക്കാരെയും ഒക്കെ പരമപുച്ഛത്തോടുകൂടിയാണ് ജനം കണ്ടതെങ്കിൽ ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ഓർത്തു. ആ രാഷ്ട്രീയ നേതാവ് മറ്റാരുമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ നേതാവും തൃക്കാക്കര MLA അവസരത്തിൽ നിർഭാഗ്യവശാൽ അർബുദ രോഗം ബാധിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ശ്രീമാൻ PT തോമസിനെയാണ്. ഒരുപാട് ആളുകൾ PT തോമസിനെ കുറിച്ച് ഓർത്തു. കാരണം എന്താ, പരിസ്ഥിതിക്കുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ച്, പരിസ്ഥിതിയിൽ മനുഷ്യൻ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച്, അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഒരു രാഷ്ട്രീയക്കാരനും പറയാതിരുന്നപ്പോൾ ധീരതയോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി, ധൈര്യത്തോടുകൂടി അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ആ പറഞ്ഞതിനെക്കുറിച്ച് 4 ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ നേരിടുകയും ഒരുപക്ഷെ ഇടുക്കിയിൽ MP സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവസരം പോലും നഷ്ടപ്പെടുകയും ചെയ്ത ആ മഹാനായ മനുഷ്യൻ PT തോമസ്, ആ PT തോമസിനെ കുറിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിച്ചു. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഇവിടുത്തെ ഇടുക്കിയിലെ ക്രിസ്ത്യൻ സഭ ശവ ഘോഷയാത്ര നടത്തി PT തോമസിൻ്റെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം PT തോമസിനെ തള്ളിപ്പറഞ്ഞു. CPM-കാർ അതിരൂക്ഷമായി PT തോമസിനെ വിമർശിച്ചു. അന്ന് പരിസ്ഥിതിയിൽ ഇതുപോലെ തകർച്ചയുണ്ടാക്കുന്നു എന്ന കാരണം പറഞ്ഞ് പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് പറഞ്ഞ, വയനാട്ടിലെയും ഇടുക്കിയിലുമൊക്കെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതുപോലെ വിവേചനരഹിതമായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ ശക്തിയുക്തം പിന്തുണച്ചതിനാണ് PT തോമസിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എതിർത്തത്. CPM-കാർ അതിരൂക്ഷമായി എതിർത്തുള്ളൂ. എന്നാൽ CPM-കാർ മാത്രമല്ല, PT തോമസിൻ്റെ പാർട്ടിക്കാരും PT തോമസിനെ രൂക്ഷമായി എതിർത്തു. PT തോമസിനെ അവരെല്ലാവരും ഐക്യകണ്ഠേന തള്ളി പറഞ്ഞു. കാരണം അവർക്ക് പരിസ്ഥിതി തകർന്നാലും വോട്ട് ബാങ്കായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ഇടുക്കിയിലുള്ള ക്രിസ്ത്യൻ സഭ തള്ളി പറഞ്ഞു. PT തോമസിന് അവസാനം ഇടുക്കിയിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരം ലഭിച്ചില്ല. സുഹൃത്തുക്കളെ, അവസാനം തൃക്കാക്കരയിൽ അദ്ദേഹം മത്സരിച്ചു, അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചു. പക്ഷേ ഒരു റെയർ ബ്രീഡായിരുന്നു PT തോമസ്. പരിസ്ഥിതി വിഷയങ്ങളോട് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടെടുക്കുന്ന, പരിസ്ഥിതിയെ പരിഗണിക്കാതെയുള്ള വികസനം നിലനിൽക്കുന്ന വികസനമല്ല എന്ന് പറയുന്ന പരിസ്ഥിതിയെ പരിഗണിക്കുന്ന വികസന പ്രവർത്തനമായിരിക്കണം എന്ന് നമ്മൾ നടത്തേണ്ടത് എന്ന് പറയുന്ന, സന്തുലിതമായ വികസനം മാത്രമേ ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിലപാടെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു PT തോമസ്. ആ PT തോമസിനെ നമ്മൾ പ്രളയം വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ടി വന്നു. നമുക്ക് ആ PT തോമസിനെ പിന്നീട് കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടുമുടിയിലും ദുരന്തങ്ങളുണ്ടായപ്പോഴും നമ്മൾ PT തോമസിനെ ഓർത്തു. ഇപ്പോൾ വയനാട് ഈ ദുരന്തമുണ്ടായപ്പോഴും PT തോമസിനെ നമ്മൾ മനസ്സിൽ ഓർക്കുകയാണ്. PT തോമസ് പറഞ്ഞത് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ പിന്നെയും കേൾക്കുകയാണ്. PT തോമസ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും PT തോമസിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. സുഹൃത്തുക്കളെ, PT തോമസ് പറഞ്ഞതാണ് സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും ബോധ്യമായിരിക്കും. ഇപ്പോഴും PT തോമസിൻ്റെ പാർട്ടി പൂർണ്ണമായും PT തോമസിനെ അംഗീകരിച്ചിട്ടില്ല. PT തോമസ് പറഞ്ഞത് ശരിയാണെന്ന് ഇവിടുത്തെ ഹരിത MLA ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും PT തോമസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, PT തോമസിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, PT തോമസിനെ CPM അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ്, ആ ഉമാ തോമസ് പോലും സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ പ്രിയ ഭർത്താവ്
എല്ലാ എതിർപ്പുകളും നേരിട്ടുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട കാര്യം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത എന്നാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, പി ടി തോമസിൻ്റെ പേരിലല്ലേ തൃക്കാക്കരയിൽ നിന്ന് ജയിച്ചു വന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പി ടി തോമസിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളതല്ലേ? ആ പി ടി തോമസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആർജവത്തോടുകൂടിയും ഇച്ഛാശക്തിയോടുകൂടിയും പൊതുമണ്ഡലത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിനായിരുന്നില്ലേ സുഹൃത്തുക്കളെ? പക്ഷെ നിർഭാഗ്യവശാൽ ഉമാ തോമസും പി ടി തോമസിൻ്റെ സംഭാവനകൾ, പി ടി തോമസ് പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, പി ടി തോമസിന് അതുമൂലം ഉണ്ടാകേണ്ടി വന്ന ഒറ്റപ്പെടലുകൾ, ഇന്ന് പി ടി തോമസ് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്, ഇതിനെക്കുറിച്ചൊന്നും പി ടി തോമസിൻ്റെ ഭാര്യ ഉഷാ തോമസ് പോലും പറയുന്നില്ലല്ലോ എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഞാൻ ഉമാ തോമസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്ത് നോക്കുകയായിരുന്നു. ഈ ദുരന്തമുണ്ടായ 30-ാം തീയതി ആ ദുരന്തത്തിൽ ഖേദം അവർ രേഖപ്പെടുത്തുന്നു, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചെറിയ പോസ്റ്റ് അവർ 30-ാം തീയതി ഇട്ടിട്ടുണ്ട്. 1-ാം തീയതി അവർ അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും വയനാട് സന്ദർശിച്ചു, വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് രാഹുലും പ്രിയങ്കയും. അതാണ് അവരുടെ 1-ാം തീയതിയിലത്തെ പോസ്റ്റ്. 3-ാം തീയതിയിലത്തെ പോസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം അവരുടെ മണ്ഡലത്തിൽ, അതാണ് 3-ാം തീയതിയിലത്തെ പോസ്റ്റ്. 4-ാം തീയതി കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പോസ്റ്റ് 4-ാം തീയതി. 5-ാം തീയതി എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ വെണ്ണല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു 5-ാം തീയതി. 6-ാം തീയതിയും മിനി മാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം. 7-ാം തീയതിയും മിനി മാസ്റ്റ്. 8-ാം തീയതി വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ്. 9-ാം തീയതി കെ വി തോമസിൻ്റെ ഭാര്യ അന്തരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ്. പിന്നെ അതിനെ തുടർന്ന് 2 മെട്രോ 2-ാം ഘട്ടം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള പോസ്റ്റ്. നജീബ് കാന്തപുരത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കേസിൽ അദ്ദേഹം വിജയിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ്. യൂത്ത് കോൺഗ്രസ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ്. ശ്രീമൻ PR ശ്രീജേഷ് എന്ന് പറഞ്ഞ ആ സ്പോർട്സ് ഹോക്കി താരത്തിന് പി ടി തോമസ് ഒരു മെഡൽ നൽകുന്നതിൻ്റെ പോസ്റ്റ്. പിന്നീട് ഒരു കോൺഗ്രസ്സുകാരൻ കോട്ടയത്ത് അവിചാരിതമായി മരിച്ചതിൻ്റെ പോസ്റ്റ്. പിന്നെ 2 ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും വയനാട് പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റും ഒക്കെ ആയി അതങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ദുരന്തം നടന്ന് ഇത്രയും ദിവസമായിട്ടും അവരെവിടെയെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചോന്നൊന്നും എനിക്കറിയില്ല. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ഒരെണ്ണം പോലും അവരുടെ ഭർത്താവായിട്ടുള്ള പി ടി തോമസ് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റ് പോലും കാണാൻ കഴിഞ്ഞില്ല സുഹൃത്തുക്കളെ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആക്രമണം നേരിട്ടുകൊണ്ട്, തനിക്ക് മത്സരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട്, തൻ്റെ ശവഘോഷയാത്ര പോലും നടക്കുന്നത് കാണേണ്ടി വന്ന പി ടി തോമസ്, ആ പി ടി തോമസ് പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം അത് ഊന്നിപ്പറഞ്ഞുകൊണ്ട് പി ടി തോമസ് നടത്തിയിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. പി ടി തോമസ് പറഞ്ഞതാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പി ടി തോമസിനെ കുറിച്ച് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം എന്ന് പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് അല്ലായിരുന്നു ഉച്ചത്തിൽ നമ്മളോട് വിളിച്ചു പറയേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് തൻ്റെ പ്രിയ ഭർത്താവ് നടത്തിയിട്ടുള്ള ഈ പ്രൗഢോജ്വലമായിട്ടുള്ള പോരാട്ടം ജനങ്ങളോട് വിളിച്ചു പറയുന്നതിൽ ഉമാ തോമസ് കാണിച്ചിട്ടുള്ള ഈ ഒരു ഉദാസീനത, അവർ കാണിച്ചിട്ടുള്ള ഈ പറഞ്ഞ ഉദാസീനതയല്ല, വളരെ ക്രിമിനലായിട്ടുള്ള ഒരു വീഴ്ച, അതിൽ ഉമാ തോമസിനോടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും പി ടി തോമസിൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും പി ടി തോമസ് നടത്തിയ പോരാട്ടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും ഉമാ തോമസിനോട് എൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത്.